പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 147 അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഇത് നമുക്ക് കർത്താവിൽ നിന്നുള്ള വാഗ്ദത്തമാണ്. പ്രോമിസ് ഫ്രം ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. നമുക്ക് ശാരീരിക ക്ഷീണം അല്ലെങ്കിൽ ശരീരത്തിന് വരുന്ന രോഗം മാത്രമല്ല, നമ്മുടെ മനസ്സിന് വരുന്ന രോഗങ്ങളുണ്ട്, മനം തകർന്നിരിക്കുന്ന നിമിഷങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്കും കർത്താവ് സമീപസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിനുള്ള രോഗത്തിനുള്ള സൗഖ്യം മാത്രമല്ല, പക്ഷെ മനസ്സിനെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. നമുക്ക് ആരുടെ അടുത്ത് ചെന്നാലും സമാധാനം കിട്ടാത്ത ചില അവസരങ്ങളുണ്ട്. ചില മനസ്സിനെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളുണ്ട്, തകർന്നിരിക്കുന്ന നിമിഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ യേശുപ്പച്ചൻ. മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കിട്ടുന്നു. ആ മനസ്സിന് സംഭവിച്ചിട്ടുള്ള മുറിവുകൾ, ആ നൊമ്പരങ്ങൾ, ആ നോവുകളെ, ആ മുറിവുകളെ കിട്ടുന്ന ദൈവമാണ്. നീ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കരയുന്നത്? നിന്റെ കരച്ചിൽ നിമിത്തം ആ വാക്കുകൾ വായിൽ നിന്ന് വരുന്നില്ല എങ്കിൽ പോലും കർത്താവിനത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹന്നയുടെ കരച്ചിലിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൾ ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു. എന്നാൽ വാക്കുകൾ വന്നില്ല. എന്തൊക്കെയോ പുലമ്പുകയാണ് ചെയ്തത്, എന്തൊക്കെയോ പറയുകയാണ് ചെയ്തത്. അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ പുലമ്പുകയും നമ്മൾ ക്ലിയർ ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ആ വാക്കുകൾ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടെ കേൾക്കുന്ന ഒരു പിതാവായ ദൈവം നമുക്കുണ്ട്. നമുക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ്റെ മുന്നിൽ സകലതും നഗ്നതും മലർന്നതുമായിട്ട് ഇരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ കരച്ചിലുകളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു അപ്പച്ചൻ നമുക്കുണ്ട്. തുടർന്ന് വായിക്കാം. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ അപ്പച്ചന് ഈ ആകാശത്തിലെ കോടാനു നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആ നക്ഷത്രങ്ങൾക്ക് പോലും ഇത്രയും വിലയും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ അപ്പച്ചന് എപ്പോഴും നമ്മുടെ പേര് അവൻ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അവൻ എപ്പോഴേ അവൻ്റെ ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ട്, അവൻ്റെ മനസ്സിൽ നമ്മുടെ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ അവയ്ക്കൊക്കെ അവൻ പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. നമ്മുടെ അപ്പച്ചൻ്റെ വിവേകത്തിന് അന്തമില്ല. അതുകൊണ്ട് എന്ത് കട്ടിയേറിയ വിഷയങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, മനം തകർന്നിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, കർത്താവിൽ ഭരമേൽപ്പിക്കുക, അവനത് നിവൃത്തിയാക്കി തരും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.